ലാവണ്ടർ ആ സ്കൂട്ടർ ഉണ്ടായിരുന്നില്ലെങ്കിൽ അല്ലേ അങ്ങോട്ട് പാർക്ക് ചെയ്യായിരുന്നു. ഇതാ നമ്മുടെ ലാവണ്ടർ മേക്ക് ഓവറിൽ എത്തിയിട്ടുണ്ട് നമ്മൾ. എൻ്റെ ഈ ഫേസ് ഇതണ്ട നിറച്ച് ആൻസ് കുത്തിയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ ഫോട്ടോ എടുത്ത് ചേട്ടനെ കാണിച്ചു കൊടുത്തു. എന്നിട്ട് ഒന്ന് വൈറ്റ് ഹെഡ്സ് തള്ളി പോകുന്നത് ഇങ്ങനെ. അപ്പം അതിനെന്നാ ടേസ്റ്റാ? ഒരെണ്ണം താടാ ചേട്ടൻ നിന്നാണ്ട്. എടാ പൊട്ടിച്ചതാടാ ചേട്ടൻ. വേണ്ട വേണ്ട എനിക്ക് വേണ്ട. ഹായ്, ബിന്ദു സ്ട്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അതിനൊരു മിഠായി ഇട്ടിട്ട് 50-50 എടുക്കാമെന്ന്. ഇന്നലെ നമ്മൾ കടയിൽ പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിയതായിരുന്നു ആ മിഠായി. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് പുട്ടുണ്ടാക്കി. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കുറേ പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. വീട് മൊത്തം കഴുകി ഇട്ടു കേട്ടോ. വീട് മൊത്തം കഴുകി. ആകെ ഒരു സന്തോഷം. ഇനി ഇതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തിടാനൊക്കെ ഉണ്ട് അല്ലേടാ. നമുക്ക് ഇങ്ങോട്ടിപ്പം വെയിലാണ് കേട്ടോ. ഇന്നലത്തെ കാലാവസ്ഥയാണെന്ന് തോന്നണേ. ഇങ്ങോട്ട് നിർത്തിയാലേ. ഇങ്ങോട്ടിപ്പോൾ വെയിലാണ്. ഉച്ച കഴിയുമ്പോഴത്തേക്ക് തുടങ്ങും. ഇന്നലെയാണെങ്കിൽ വൈകുന്നേരം മഴയൊക്കെ കുറഞ്ഞ് കാണും ഇങ്ങനെയൊക്കെ ഞങ്ങൾ വിചാരിച്ചിരുന്നു. പക്ഷേ മഴ കുറഞ്ഞിട്ടില്ലായിരുന്നു. ഉച്ച കഴിയുമ്പോൾ വെറുതെ മഴക്കാറ് കയറി തുടങ്ങി. പറഞ്ഞില്ല അതിന് മുമ്പേ തന്നെ. അപ്പോൾ നമ്മൾ ഇന്നലെ കടയിൽ പോയി സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. വണ്ടിയിൽ നിന്നത് എടുത്തില്ല. എനിക്ക് ഇതെല്ലാം എടുത്തു വെച്ചിട്ടാണ് കുളിക്കാൻ. വീട് മൊത്തം കഴുകി. ചേട്ടനും ഞാനും ഇവിടെ മൊത്തം ഇലയാ. ഒന്ന് ഉണങ്ങിയിട്ട് വേണം ഇതൊക്കെ ഒന്ന് അടിക്കാൻ. ഇതെന്നെ എടുത്ത് എടുത്തോണ്ട് പോയാ മാറാ. എടാ എനിക്കൊന്ന് കാണാനുള്ള അവസരങ്ങൾ നാടാ. എന്തേ ഇതാണ് കേട്ടോ ഇപ്പം നമ്മൾ വാങ്ങിച്ചോണ്ട് വന്നൊന്നും എടുത്തു വെച്ചിട്ടില്ല. പക്ഷെ കാണുമ്പോൾ ഒന്നുമില്ല. 5000 രൂപയുടെ സാധനമുണ്ട് അല്ലേ ചേട്ടാ? ഇതിപ്പോ പ്രഥമനാടാ. ഇത് ഇങ്ങനെ അന്നേരടാ. ഇതെനിക്ക് ഇച്ചിരി പായസം വെച്ച് കുടിക്കാൻ. എടാ ഇതിൻ്റെ ഓർമ്മ അവിടെ ഉണ്ട്. പായസം വെച്ച് കുടിക്കാൻ വേണ്ടി സൂപ്പറായിരുന്നു. എന്നോട് ഇന്നാളെ ചോദിച്ചല്ലാരും ഇൻസ്റ്റൻറ്റിൻ്റെ പായസം വെച്ചിട്ട് എങ്ങനെയുണ്ട്, നല്ലതാണെന്ന്. അടിപൊളിയാണ് കേട്ടോ, നല്ല സൂപ്പറാണ്. ചെല്ലടാ. അതിങ്ങതാ ഇത് ചെല്ലടാന്നല്ലേ. അയ്യോ അത് ഇരിക്കട്ടെ. ഓക്കെ. ഇതൊക്കെ പിന്നെ മല്ലിപ്പൊടി അതൊക്കെ ഞാൻ ഓരോന്നും എടുത്തുള്ളൂ. കാരണം ഇവിടെ പൊടികളുണ്ട്. മുളക് പൊടി, മസാല എല്ലാവരും എടുക്കുക. പുട്ട്. ഈ പുട്ട് നിങ്ങൾ കണ്ടോ? ഈ പുട്ടിന് വേണ്ടി ഞങ്ങൾ അലഞ്ഞു നടന്നതാണ്. എന്നാ ടേസ്റ്റാണെന്നറിയാമോ? പ്രാതലിൻ്റെ കുട്ടനാടൻ പുഞ്ച പുട്ടുപൊടി. ഭയങ്കര ടേസ്റ്റ് എന്ന് വെച്ചാൽ ഭയങ്കര ടേസ്റ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ ടേസ്റ്റ്. നീ വേഗം എടുക്കും, മഴ പെയ്തെങ്കിൽ നനയ്ക്കാതെ. എടുത്തിടാ. മഞ്ഞൾപ്പൊടി, പഞ്ചസാര അവിടെ തീർന്നായിരുന്നു. ഗരം മസാല. ഇതേ പഞ്ചസാര അങ്ങോട്ട് ഇടാം. മല്ലിപ്പൊടി അല്ലേ? അത് മല്ലിപ്പൊടി അല്ലേടാ, അത് ഗരം മസാല. ചേട്ടൻ ഫോൺ വിളിച്ചിട്ട് പറയുക ഞാൻ ജാക്സനാണ്. കേക്ക്, ഞാൻ ജാക്സൺ. ഇടാ റെഡ് ചില്ലിയ, എരിവെള്ള മുളക് പൊടിയ, പപ്പടം. ഇതെല്ലാം മറ്റേ കൂട്ടിലേക്ക് ഇടാവേ. അങ്ങനെയല്ല, ഈ പൊടികളൊക്കെ ഒരു കൂട്ടിലേക്ക് ഇടാം. ഇങ്ങനത്തെ ബോട്ടിൽസൊക്കെ ഉണ്ടല്ലോ, ഇട. ഒരു ഗോതമ്പ് പൊടി എടുത്തായിരുന്നു. അതിപ്പോൾ തുറക്കല്ലേ, മറ്റേ തീർന്നിട്ട് എടുത്താൽ മതി. അതിലടാ മറ്റേ കൂട്ടില് സെക്കൻഡ് കൂട്ടം എടുത്തോണ്ട് വാ. ഇതെല്ലാം അങ്ങോട്ട് ഇനി എടുത്തു വെക്കണം, വേറൊരു ചടങ്ങ. എടാ ദേ പൊടി ഇങ്ങോട്ട് എടുക്കടാ. ഇനി പൊടി ഉണ്ടോ? ഇതേ കിടക്കണം.
ഓക്കെ, ആ വള്ളി പൊട്ടിപ്പോടാ, താങ്ങി പിടിക്കുക. അത് മറ്റേ പാക്കറ്റുകളൊക്കെ ചേട്ടൻ്റെ റസ്ക്. മറ്റേടത്ത് മറ്റേ അജ്മീൽ പോകുമായിരുന്നു, ഈ മറ്റേത് വാങ്ങാമായിരുന്നു. കപ്പ് കേക്ക് ബോട്ടിൽസൊക്കെ എടുത്ത് വയ്ക്കാം. അതാ മറ്റേലേക്ക് വെക്കാണ്ടായിട്ട്. ഇതെനിക്കാ ഫേസ് ക്ലീൻ ആക്കാൻ. ഫേസ് സ്കിൻ സ്മൂത്ത് ഗ്ലൈഡാണ്, പക്ഷെ എനിക്ക് കയ്യിൽ കാലിലൊന്നുമില്ല, ഫേസിലല്ല നിറച്ച് രോമമുണ്ട്. ആ എന്നാടാ ചെരിച്ച് വെക്കലേടാ, കുപ്പി നേരെ വെക്കടാ. ഒരു കുപ്പി പോലെ ചെരിച്ച് വെച്ചേക്കല്ലേ, എങ്ങനെ ലീക്കായിട്ടുണ്ടെങ്കിലോ. അവൻ എടുക്കാതെ വെച്ചേക്കുവാണേ. അത് ഞാൻ കൈ പിടിച്ചോളാം. ഈ പരിപ്പ് പായസം ഇല്ല എന്നാ നമ്മുടെ വീടിൻ്റെ മുമ്പിൽ കണ്ടോ, ആ കാട് കയറി കിടന്ന പറമ്പാണ് കേട്ടോ ഇത്. മൊത്തം കന്നാര വെച്ചേ. കന്നാരാന്ന് വെച്ചാൽ പൈനാപ്പിൾ കേട്ടോ, നമ്മൾ കന്നാരാന്ന് പറഞ്ഞേ. കണ്ടോ, പൈനാപ്പിൾ ചെടി വെച്ചു മൊത്തം. ഇനി പൈനാപ്പിൾ ഉണ്ടായി പഴുത്ത് തുടുത്ത് കിടക്കും. അപ്പം നമുക്ക് കാണാവേ. അതിനെന്നാ ടേസ്റ്റാ? ഒരെണ്ണം താടാ ചേട്ടൻ നിന്നാണ്ട്. എടാ പൊട്ടിച്ചതാടാ ചേട്ടാ. കാറെടുക്കാൻ പോവാ, സ്കൂട്ടർ. എന്നിട്ടാണ് ഒന്ന് ഓടിച്ചു പഠിക്കാൻ. ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കൂല. ആ വഴി പോവോ? പോണു. പൂച്ചക്കുഞ്ഞ് ചേട്ടനെ നോക്കുക. ഇപ്പോൾ ഉണ്ടായിരുന്ന വെയിലിൻ്റെ മട്ടും ഭാവവും ഒക്കെ മാറിയിട്ടോ. തെങ്ങ് നോക്ക ഇരുണ്ടു. മഴക്കാറ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് തിങ്ങി നിറഞ്ഞു നിൽക്കുക. നന്നായിട്ട് ഇരുണ്ടു. മുറ്റമൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. വൈകുന്നേരം 6 മണിയായി, പ്രതീതിയായി. മഴ ഉച്ച കഴിഞ്ഞുള്ള മഴ. ചേട്ടൻ സ്കൂട്ടർ എടുത്തുകൊണ്ട് വരുന്നു. മഴയുടെ മേളമോ. വാ വാ, വണ്ടി വരണ്ടോ? അവന് നോക്കിയൊക്കെ അവന് പൊക്കമുള്ളതുകൊണ്ട് കുഴപ്പമില്ല. പൊക്കമുണ്ടല്ലോ എനിക്കോട്ട് അതില്ല താനും. എൻ്റെ മുഖം നിറച്ച് കാരയും കുരുവും പിടിച്ച് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും പിടിച്ച് 2 വർഷമായി. ഞാൻ എൻ്റെ ഫേസിൽ എന്തെങ്കിലും ചെയ്തിട്ട് മുടി പോയി സ്ട്രൈറ്റൻ ചെയ്യും, പോരും സ്മൂത്തനിങ് ചെയ്യും, അങ്ങനെ 2 കൊല്ലമായിട്ട് അടുപ്പിച്ച് ചെയ്യുന്നുണ്ട്. പക്ഷെ എൻ്റെ ഫേസ് കംപ്ലീറ്റ് പോയെന്ന് ഇവൻ ഞെക്കി കഴിഞ്ഞപ്പോൾ മനസ്സിലായി. നമുക്ക് ഇതിലേക്ക് പറ്റി നോക്കിയിരിക്കണം എവിടെയാണ് സമയം ഇരിക്കണത്. എൻ്റെ ഫേസ് മൊത്തം പോയി സുഹൃത്തുക്കളെ. ഞാൻ എന്താണേലും ഇന്ന് ക്ലീനപ്പ് ചെയ്യാൻ വേണ്ടി പോവുക. വൈകുന്നേരം ചേട്ടൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. തൊടുപുഴ ലാവണ്ടറിലാണ് ഞാൻ പോകുന്നത്. അവിടെ ഞാൻ എൻ്റെ മുടിയെല്ലാം സ്മൂത്തനിങ് ചെയ്ത് കിട്ടിയോടാ. നീ എടുക്ക, ഇവിടെ വല്ലതും ഉണ്ടായിരിക്കും. ഇതുണ്ട്, ഇതല്ലേ ഇവൻ കുത്തിയതാ. നീ എന്നെ എടുക്കാൻ പോയതാടാ. ഇവിടെയൊക്കെ ഉണ്ട്. മുഖമൊക്കെ ഒരുമാതിരി കല്ല് പോലെയായി.
പണ്ട് ഞാൻ സ്ഥിരമായിട്ട് ക്ലീനപ്പ് ചെയ്തുകൊണ്ടിരുന്ന ഫേസ് ആവി പിടിച്ചിട്ട് അവർ നന്നായിട്ട് ക്ലീൻ ചെയ്ത് തരുമായിരുന്നു. അത്തേക്കും മുഖമെല്ലാം സ്മൂത്ത് ആവുമായിരുന്നു. ഇപ്പം പിന്നെ ഇതിലേക്കൊന്നും നോക്കാൻ പോലും പോകാറില്ല. എൻ്റെ ഫേസ് പോയേ. ഒരു അമ്മയും മോനും കൂടെ കിടന്ന് ഭയങ്കര കളിയാണ് കേട്ടോ. അമ്മയും മോനും കൂടെ കളിക്കുന്ന കാണണം. വാവ്. അമ്മ ഒരു മയത്തിലൊക്കെ, പക്ഷെ മകൻ അമ്മേനെ എടുത്തിട്ട് അലക്കണമാണ്. നല്ല ചവിട്ട് വെച്ച് കൊടുക്കും കുഞ്ഞ്. ഈ അമ്മയ്ക്ക് വഴിയെ പോയൊരു കുഞ്ഞിനെയും കിട്ടി മോനായിട്ട്. കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ പ്രസവിച്ചല്ലെന്ന് ആരും പറയുകയോ ഇല്ല. ഇപ്പം നമ്മൾ ആൻസിനെ ട്യൂഷന് കൊണ്ടുവിട്ടേക്കുക. അവൻ്റെ ട്യൂഷൻ കഴിഞ്ഞു എന്ന് പറഞ്ഞ് അവൻ വിളിച്ചു. അവനെ വിളിച്ചുകൊണ്ട് വരാൻ പോവാണ് കേട്ടോ. വിളിച്ചോണ്ട് വന്നിട്ട് നമ്മൾ തൊടുപുഴ വരെ പോവുകയെ. എൻ്റെ ഈ മുഖം മൊത്തം ഡാമേജ് ആയി കിടക്കും. 2 കൊല്ലമായിട്ട് എൻ്റെ ഫേസിൽ ഞാൻ ഒന്നും ചെയ്തിട്ടുണ്ടായില്ല. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നു എൻ്റെ ഈ പുരുവം എടുക്കണം. എൻ്റെ ഈ ഫേസ് ഇതുണ്ടോ നിറച്ച് ആൻസ് കുത്തിയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ ഫോട്ടോ എടുത്ത് ചേട്ടനെ കാണിച്ചു കൊടുത്തു. എന്നിട്ട് വൈറ്റ് ഹെഡ്സ് തള്ളി പോകുന്നത് ഇങ്ങനെ. അപ്പം തൊടുപുഴ ലാവണ്ടറിൽ പോകാൻ നിർത്തണ്ട, അവിടെ ഉണ്ടാവുമായിരിക്കും. അപ്പം അവിടെയാണ് ഞാൻ എൻ്റെ മുടിയെല്ലാം സ്ട്രൈറ്റൻ ചെയ്തത്. അല്ലാതെ ഞാൻ സ്റ്റാൻഡിനകത്ത് ഞാൻ പോവാറ്. ഞാൻ അവിടെയായിരുന്നു, സ്റ്റാൻഡിനകത്തായിരുന്നു സ്ഥിരം. ക്ലീനപ്പ് ചെയ്യണം. ആ ചേച്ചി കുറേ നാളായിട്ട് ഇല്ലായിരുന്നു. പിന്നെ ഞാൻ അങ്ങനെ എങ്ങും പോയിട്ടു. ആ സ്റ്റാൻഡിനകത്തൊരു കട ഉണ്ടായിരുന്നു, ഫെയർ ആൻഡ് ലവ്ലി എന്നാണ്. ആ ചേച്ചി ഉണ്ടെങ്കിൽ നന്നായിട്ട് ചെയ്യത്തുള്ളൂ. അത് ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പാ. അപ്പം ആര് ഫസ്റ്റ് പിന്നെ ചേട്ടൻ പിന്നെ എന്താന്ന് പറഞ്ഞ എങ്ങനെ ഉണ്ടായിരുന്നുടാ ക്ലാസ്സൊക്കെ? ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു? പഠിപ്പിച്ചോ? പിന്നെ പഠിപ്പിക്കാനുള്ള ട്യൂഷന് പറഞ്ഞേ ഫസ്റ്റ്. അവളിപ്പം നാളെ ക്ലാസ് ഉണ്ടല്ലോ. ഈ വെയിൽ കാണുമ്പോ അറിയില്ലേ? നാളെ ക്ലാസ് ഇല്ലെങ്കിലേ ചേച്ചി ബർഗർ വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞു. നാളെ ക്ലാസ് ഉണ്ടല്ലോ ഈ വെയിലത്ത്. ഇനിയിപ്പോ നാളെ അവധി പ്രഖ്യാപിക്കില്ലല്ലോ. ഇല്ല, ക്ലാസ് ഉണ്ടെങ്കിലേ, ക്ലാസ് ഇല്ലെങ്കിലല്ലേ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും. ചേച്ചി പറഞ്ഞ ക്ലാസ് ഉണ്ടെന്നല്ലേ. അതായത് അവധിയാണോടാ? അവധിയാണെങ്കിൽ അല്ലേ. അവിടെ ഒരു ആ വീടിൻ്റെ അവിടെയുള്ള ഒരു കിണറാണ് കേട്ടോ. മയിലിൻ്റെ ആകൃതിയിലൊക്കെയാണ്. നല്ല രസമുണ്ട്. കംപ്ലീറ്റ് ആയി അവരുടെ ഹൗസ് വാമിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് നോക്കാം. നല്ല രസമാണ് ആ കിണർ പണിതിരിക്കുന്നത് കാണാനായിട്ട്. എൻ്റെ മുടിയൊക്കെ ഞാൻ ലാവണ്ടറിൽ പോയാട്ടോ ചെയ്തേ. എൻ്റെ മുടിക്കൊന്നും ഒരു ഡാമേജും വന്നിട്ടില്ല. അവിടെ സ്മൂത്തനിങ് ഒക്കെ ചെയ്തിട്ട് എൻ്റെ മുടി പെട്ടെന്ന് വളരും. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഇവിടെ എല്ലാം വീണ്ടും വളർന്നേ. നാളെ ഞാൻ ചേട്ടൻ വെട്ടി, അത് കഴിഞ്ഞ് ഞാൻ മുടി മുമ്പോട്ടിട്ടിട്ട് ഇങ്ങനെ വെട്ടി. എന്നിട്ട് ഇപ്പം മുടി വീണ്ടും വളർന്നു. പെട്ടെന്ന് വളരും എൻ്റെ മുടി. ഇവനെന്നെ പറഞ്ഞോണ്ടിരിക്കണം ഒറ്റയ്ക്കിരുന്ന്. നല്ല വെയിലാണ് കേട്ടോ. കുറേ നാളും കൂടിയാണ് വൈറ്റമിൻ ഡി ഒക്കെ കിട്ടുന്നത്. രാവിലെ മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള വെയിലിലെ വൈറ്റമിൻ ഡി നന്നായിട്ടെന്ന് ഡോക്ടർ പറഞ്ഞൊരു വീഡിയോ കണ്ടായിരുന്നു. എല്ലാവരും പറയും വിളവെയിലിൽ നിന്നാണ് വൈറ്റമിൻ ഡി എന്ന്. പക്ഷെ അങ്ങനെയല്ല. ഉച്ചയ്ക്ക് 3 വരെയുള്ള, അതായത് ഈവനിങ് 3 വരെയുള്ള 3 വരെയുള്ള ടൈമിലുള്ള സൂര്യപ്രകാശത്തിൽ നിന്നാണ് വൈറ്റമിൻ ഡി കിട്ടുന്നത്. വൈറ്റമിൻ ഡി ഇല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. ഡിപ്രഷൻ വരെ അടിക്കും വൈറ്റമിൻ ഡി കുറഞ്ഞ. നമുക്ക് സ്വയം എന്തോ വിഷാദം ദുഃഖമൊക്കെ തോന്നും. അസ്ഥികൾ പൊടിയും. ഭയങ്കര പ്രശ്നം. ഉറക്കമില്ലായ്മ, എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ വരും വൈറ്റമിൻ ഡി കുറയുമ്പോൾ. അപ്പം ഞങ്ങൾ ഏതായാലും ഒന്ന് പോയിട്ടൊക്കെ വരാം. മഴ പെയ്യുമോ മഴ പെയ്യാതിരിക്കുമോ ഇതൊക്കെ നമുക്ക് കാണാം. മഴ പെയ്യോ ചേട്ടാ? എന്നാലും മേഘങ്ങളൊക്കെ കണ്ടിട്ട് കുറേ നാളായിട്ട് മേഘങ്ങളെ ഒന്നും കാണാനില്ലായിരുന്നു. അപ്പം മേഘങ്ങളൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട്. മറ്റൊരൊറ്റ ഷെയ്ഡിൽ കിടക്കുമായിരുന്നു ആകാശം.
ഇപ്പം അതൊക്കെ തെളിഞ്ഞു. ഒരു ആഷ് കളറിലോ ഒരു ഓഫ് വൈറ്റ് കളറിലൊക്കെ ആയിട്ട് ആകാശം ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് കിടക്കുമായിരുന്നു പരന്ന്. ഇപ്പം അതേ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മേഘങ്ങൾ കണ്ടു. അത് തന്നെ ഒരു വെയിലൊക്കെ വരുന്നതിൻ്റെ ഒരു ലക്ഷണമാണ്. അങ്ങനെ നമ്മൾ തൊടുപുഴയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. തൊടുപുഴയിൽ വെയിലാണ് ഇപ്പം, നിലവിൽ ഉള്ളത് വെയിലാണ്. പക്ഷേ കാർമേഘങ്ങൾ നല്ല രീതിയിലേക്ക് ഉരുണ്ട് കൂടുന്നുമുണ്ട്. കണ്ട, കാർമേഘത്തോടു കൂടിയ ഒരു വെയിലാണ്. ആ ഒരു ആഷ് കളർ വീണ്ടും ആകാശത്തിന് വന്നിട്ടുണ്ട്. കണ്ട, ഒരു ആഷ് കളറും കാർമേഘവും. ഇപ്പം നമ്മൾ സീമാസ്, നമ്മുടെ സീമാസ് എത്തി. എന്തോരു നാളായി സീമാസ് പോയിട്ട്. മറ്റേ ഡെയിലി പോക്കാറുണ്ട്. ഇത് ഇവിടെയല്ലല്ലോ, ഏതോ അതെ, ഇത് ഈ കാറ് കിടക്കണതാ. ഇത് കസ്റ്റമേഴ്സിന്റെ പാർക്കിംഗ് ഉള്ളി. അതാ ലാവണ്ടർ. ആ സ്കൂട്ടർ ഉണ്ടായിരുന്നില്ലെങ്കിൽ അല്ലേ അങ്ങോട്ട് പാർക്ക് ചെയ്യായിരുന്നു. ഇതാ നമ്മുടെ ലാവണ്ടർ മേക്ക് ഓവറിൽ എത്തിയിട്ടുണ്ട് നമ്മൾ. നമ്മളപ്പോൾ അതെ ബ്യൂട്ടി പാർലറിൽ ഇറങ്ങി കേട്ടോ. ചേട്ടനെ കട്ട പോസ്റ്റാക്കി. എൻ്റെ കൂടെ ഇത്ര നേരം ഒരു 2 മണിക്കൂറോളം വെയിറ്റ് കട്ട പോസ്റ്റ് അടിച്ചിരുന്ന ആൻസിന് ഒരു ഓറിയോ ഷേക്ക്, കട്ട പോസ്റ്റ് ഇരിക്കാനായിട്ട് എല്ലാവരെയും സഹായിച്ച എനിക്കൊരു നട്ട്സ് ഷേക്ക്, ചേട്ടനൊരു ചായ. ചേട്ടൻ ഷേക്ക് കുടിക്കൂലേ? അതിനാ ആ സന്തോഷം. പണ്ടും എൻ്റെ കൂടെ പോസ്റ്റ് അടിച്ചിരിക്കാൻ വേണ്ടി ഇവന. എന്നാലും ജ്യൂസ് തിന്നാൻ കുറേ വറപൊരി ഇതൊക്കെ ആയിട്ടാണ് പോണേ അല്ലേടാ, ഓർക്കണ്ട. അവനതൊക്കെ തിന്ന് എൻ്റെ ഫോണും പിടിച്ച് അവിടെ ഇരുന്നോളും. എന്തോരം നാൾ കൂടിയാ പോസ്റ്റ് അടിക്കാൻ വന്നേ. ഇപ്പം നമ്മളാണെങ്കിൽ ചേട്ടനിടും. അപ്പൊ നമ്മളതേ മാറിക്കടാ, അവൻ പൊടിക്കാൻ പോയതാ. അപ്പൊ ദേ നമ്മൾ വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. നാളെ മുതൽ വീണ്ടും ജോലിക്ക് പോകണം. ലൈഫൊക്കെ മാറിപ്പോയി. വീട്ടിലിരുന്ന് അങ്ങ് സുഖം പിടിച്ച് പോയായിരുന്നു. നാളെ നമുക്ക് അവധിയൊന്നുമില്ല. നമ്മുടെ കാലാവസ്ഥയൊക്കെ എല്ലാവരും കണ്ടതല്ലേ. അപ്പം നാളെ നമുക്ക് ഇവിടെ നിലവിൽ അവധിയൊന്നും ഇടുക്കി ജില്ലയ്ക്ക് ഇല്ല. ദുരിതാശ്വാസ ക്യാമ്പുകളൊക്കെ പ്രവർത്തിക്കുന്ന സ്ഥലത്തൊക്കെ അവധിയുള്ളൂ. അപ്പം നാളെ വീണ്ടും മുതൽ ജോലിക്ക് പോയി തുടങ്ങും. പെയിന്റോ? പ്ലേറ്റ് അടിയിൽ ഇതിന് ആവി കയറ്റിയാൽ മതി. വെന്ത പുട്ടല്ലേ. നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കാനായിട്ട് പോവുകയാണ്. ചോറ് വാർത്തിട്ട് പട്ടിക്കുഞ്ഞുങ്ങൾക്കൊക്കെ ഇച്ചിരി കൊടുക്കണം. ഇറച്ചി ചൂടാക്കി വെച്ചിട്ടുണ്ട്. നാളത്തേക്ക് ചോറ് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. രാവിലത്തെ പുട്ട് ഒത്തിരി ബാക്കി ഇരിപ്പുണ്ട്. അതൊന്ന് ആവി കയറ്റി എടുത്താലാണ് നമുക്ക് കഴിക്കാനുള്ള കണ്ടീഷനിൽ. പുട്ടാകുമ്പോൾ പെട്ടെന്ന് ഡ്രൈ ആയി പോകും. അപ്പോൾ ഉണക്കപ്പുട്ട എന്ന് പറയുന്ന രീതിയിലാണ് നമ്മുടെ പുട്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ അതൊന്ന് സെറ്റാക്കി എടുക്കണം. അത്രയൊക്കെയോ ഉള്ളൂ. അപ്പോൾ അങ്ങനെ പോയിട്ട് വന്ന് കുറേ സംഭവങ്ങളെല്ലാം കുത്തിയെടുത്തൊക്കെ കളഞ്ഞു കേട്ടോ. കുറേ കുത്തിയെടുത്തു മുഖത്തുനിന്ന്. കുറേ ഉണ്ടായിരുന്നു. കാരണം 2 കൊല്ലം കൂടിയാണ് ഞാൻ എൻ്റെ ഈ ഫേസിനകത്ത് എന്തെങ്കിലും ചെയ്യാനായിട്ട് വരുന്നത്. സ്ഥിരം ക്ലീനപ്പ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഫേസ് ഇത്രയും വൃത്തികേടായിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പം ഭയങ്കര വൃത്തികേടായിട്ട്. ഇനി ഇടയ്ക്കെങ്കിലും ഒന്ന് പോയി ശരിയാക്കണം. അല്ലാതെ ഞാൻ എൻ്റെ ഹോം റെമഡിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അതും ഇവിടെ വന്നേ പിന്നെ ഒന്നും ഞാൻ ചെയ്തിട്ടേ ഇല്ല. ഫേസിലൊന്നും അപ്ലൈ ചെയ്തിട്ടൊന്നുമില്ല. ഇടയ്ക്കെങ്ങാണ്ട് ഞാനൊരു ഇതൊക്കെ കാപ്പിപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഒരു ഏജ് കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യണല്ലേ, നമ്മൾ മൊത്തം ഡാമേജ് ആയി പോകും. അതെന്നെ ഇങ്ങനെ ഈ കൈ കൊണ്ട് ചെയ്യുന്ന കേൾക്കാം. ഓ, നമ്മളിങ്ങനെ ഉടുപ്പിടാതെ നിൽക്കുമല്ലേ. ഇപ്പൊ ചേട്ടാ പോയി ഉടുപ്പിട്ടിട്ട് വരും എന്നൊക്കെ കമന്റ് വരും. നമ്മൾ വീഡിയോ എടുക്കുന്നതൊക്കെ ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ ചേട്ടൻ ചിലപ്പോൾ ഉടുപ്പിടാൻ മറന്നുപോയി എന്നൊക്കെ വരും. നമ്മുടെ വീഡിയോ എപ്പോഴും ഇങ്ങനെ ഫാമിലി വ്ളോഗ് അല്ലേ. അപ്പം നമ്മൾ അതിന് വേണ്ടി പ്രിപ്പയർ ആയിട്ട് വന്നതൊന്നും ആർട്ടിഫിഷ്യലായിട്ടൊന്നും എടുക്കുന്നതല്ല. അപ്പം ഞാൻ രാവിലത്തേൻ്റെ ഒക്കെ പകുതി വീഡിയോ എടുക്കാമല്ലോ എന്നൊക്കെ ഓർത്തിട്ട് വന്നതാണ് കേട്ടോ.
അപ്പം ആൻസ് ആണെങ്കിൽ ഇതൊന്നും അങ്ങനെ ഇത് കഴിക്കാനങ്ങനെ കൊള്ളില്ല. ഷവർമ്മയല്ലേ? ചിക്കൻ ടിക്ക അല്ലേ ഷവർമ്മയാ? ഞാനായിരിക്കും അടുത്ത്. അപ്പം അതെ ചേട്ടൻ ആ സമയത്ത് കപ്പളങ്ങ ചെത്താനായിട്ട് പോയി. ചേട്ടൻ അവിടെ പൈനാപ്പിൾ അല്ലാത്ത കപ്പളങ്ങയൊക്കെ ചെത്തിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. എന്നാടാ ചേട്ടനെ വിളിച്ചിരിക്കുക ഷർട്ട് ഇടാത്തത് കൊണ്ട്. ഒളിച്ചിരിക്കാൻ വള്ളിക്കൂടി രണ്ടാണുങ്ങളുടെ നടുക്ക് ഞാനിരിക്കണത്. ഓ ഈ വീട്ടിൽ 2 ചേട്ടന്മാരുടെ നടുക്ക്. എൻ്റെ പ്രൊട്ടക്ഷൻ നിങ്ങൾ നോക്കാം. അപ്പുറേന്നും ഇപ്പുറേന്നും ഒക്കെ ബോഡി ഗാർഡ്സാണ് എനിക്ക്. ഇതിപ്പോൾ എന്ത് വേണം? കൂലി കൂടി ഇരിക്കാൻ നിവർന്നിരിക്കുക. ചേട്ടന് ഷർട്ട് ഇടാതിരിക്കുന്നതുകൊണ്ട് ചേട്ടന് നാണം വന്നു. ഞങ്ങളപ്പോൾ ചോറൊക്കെ കഴിച്ചു. മഴയൊന്നുമില്ല, ചെറിയ ചാറ്റുമഴയൊക്കെ ഉണ്ട്. കളക്ടർ പുതിയ അപ്ഡേഷനൊന്നും ഇട്ടിട്ടില്ല. ഞങ്ങളപ്പോൾ കിടന്നുറങ്ങാൻ പോവുകയാണ്. ഞങ്ങൾക്കിനി പുതിയ വിശേഷങ്ങളൊന്നുമില്ല. അതില്ലേ ആരോ കയറി നിൽക്കും പോലെ ഫീൽ ചെയ്യണല്ലേ? നമ്മുടെ പൂച്ചക്കുഞ്ഞാണോ അത്? ഫസ്റ്റ് ഞാനൊന്നും ആരോ കയറി നിൽക്കുമ്പോൾ ഇറക്കി പറ്റും. ആരാ കളിക്കാനൊക്കെ വേണ്ടേ? അതിന് വേണ്ട എന്തെങ്കിലും എൻജോയ്മെന്റ് കയറിപ്പോകും. ചേട്ടൻ ചോറിട്ടോണ്ടിരുന്നപ്പോ ചേട്ടന്റെ മേത്തേക്ക് ചാടി ഒരു വലിയ കേക്കിന് പിടിച്ചിട്ട് തൂങ്ങിക്കിടക്കുക. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുക. നമ്മുടെ വലിയ സംഭവമൊന്നും ഇല്ലായിരുന്നു, എന്നാലും ഞങ്ങൾ ഇന്ന് നിങ്ങളെ കാണാൻ വരും. അപ്പം ഞങ്ങളെ കാണും എന്ന പ്രതീക്ഷയോടെയാണ് വരുന്നത്. കണ്ടാൽ മാത്രം പോരാ, കമൻറ്റ് കൂടി ഇടണം കേട്ടോ. എപ്പോഴും ഞാൻ പറയുന്നു, പക്ഷേ കമൻറ്റൊന്നും വരുന്നില്ല. അപ്പോൾ വീണ്ടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അപ്പോൾ വീണ്ടും പുതിയ വിശേഷം പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ഡിസൈനിങ് ഓഫ് ബിന്ദുസ് ഡ്രീംസ്. ബൈ.